ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിത് അവിടെ സുഖമാണ് കേട്ടോ. രാവിലെ അമ്മ ഫോൺ ചെയ്തിട്ടാണ് എണീറ്റത് തന്നെ. രാവിലെ എണീറ്റ് എന്തിനാ ഫോൺ ചെയ്തത്? അവിടെ ഒരു തൊണ്ട് ചക്കയുണ്ട്, ഉടനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ചക്കയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയിട്ടാണ് രാവിലെ എണീക്കുന്നത്. അമ്മൻ്റെ കോൾ വന്നിട്ടാണ് രാവിലെ എണീക്കുന്നത് കേട്ടോ. ചക്ക കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഭാഗത്ത് വെച്ചു. ചക്ക പഴുത്തിട്ടുണ്ട്, നല്ല മധുരമുള്ള പഴം. പക്ഷേ ഒരു ചോളയെ തിന്നാൻ കിട്ടിയുള്ളൂ. ബാക്കി മുഴുവൻ ആ വരിക്കുട്ടി തന്നെ ഇരുന്ന് ആ ഒരു പീസ് ഫുള്ള് ആശാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അടിച്ച്. പിന്നെ കുഞ്ഞിക്ക് ചക്കപ്പഴത്തിൽ ഞങ്ങളൊരു നിർബന്ധമില്ലല്ലോ. ഏട്ടൻ പിന്നെ തീരെയില്ല, ഏട്ടൻ ഇന്ന് എത്തിയിട്ടുമില്ല, നാളെ വരുള്ളൂ. അപ്പോൾ സാമ്പാർ വെച്ചിട്ട് ദോശ ഉണ്ടാക്കുക. ഞങ്ങൾക്ക് പിന്നെ ഏട്ടനില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ടിഫിനും ലഞ്ചിനും ദോശ മാവുണ്ട്. അപ്പോൾ ദോശ തന്നെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സാമ്പാർ വറുത്തരച്ച് വെച്ചാൽ 2 ദിവസത്തിന് സാമ്പാറും ഉണ്ടാവും. അപ്പോൾ എല്ലാം എളുപ്പ പണിയാണ്. അപ്പം ഞങ്ങൾക്ക് മാത്രം 3 ആൾക്കല്ലേ ഉള്ളൂ. അപ്പോൾ വറുത്തരച്ച് സാമ്പാർ വയ്ക്കാൻ കേട്ടോ. പരിപ്പും പച്ചക്കറിയും, അതായത് കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായ, ക്യാരറ്റ്, വഴുതിരിങ്ങ, അതെല്ലാം കൂടെ കുക്കറിലിട്ട് വേവിക്കാൻ വിസിലടിക്കാമെന്ന് വെച്ചിട്ട് അതെല്ലാം ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ പരിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസാണ്. ബാക്കിയുള്ള സാധനങ്ങൾ പറഞ്ഞാലും വറക്കണയിൽ കായ ഇട്ടിട്ടുണ്ട്. പിന്നെ ജീരകം, കുരുമുളക്, പരിപ്പ്, ഉലുവ എല്ലാം ഇട്ടിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ് ഇടാം കേട്ടോ. ഞാൻ ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടില്ല. പിന്നെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പിന്നെയാണ് തേങ്ങയിട്ട് നന്നായി വറുത്തെടുക്കുന്നത്. പിന്നെ മല്ലിയും മുളകും ഫുള്ളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി തന്നെ ഇട്ടത്, മല്ലി മുളകൊന്നും ഇല്ല. അങ്ങനെ തേങ്ങ വറുത്തരച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പച്ചക്കറി വെന്തിട്ടുണ്ട്. പരിപ്പും പച്ചക്കറിയും കൂടെ കുക്കറിൽ വെച്ചത് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയേ ഉള്ളൂ. കാര്യമായി ഒന്നുമില്ല. ദോശയും വറുത്തരച്ച സാമ്പാർ മാത്രമാണ്. അപ്പോഴേക്കും വരിക്കുട്ടിക്ക് സാമ്പാർ വേണ്ട, കുഞ്ഞിക്ക് മണമുള്ള സാമ്പാർ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അവൻ എന്നാലേ ഇഷ്ടമുള്ളൂ. അപ്പോഴേക്കും വരിക്കുട്ടി പറയുക വരിക്കുട്ടിക്ക് മറ്റേ ചുവപ്പ് ചമ്മന്തി വേണമെന്ന്. ഏട്ടനില്ല, ഏട്ടനുണ്ടെങ്കിൽ പച്ച ചമ്മന്തി ആയിരിക്കും. ഏട്ടനില്ലാത്തതുകൊണ്ട് ചുവപ്പ് ചമ്മന്തി തന്നെയാണ്. പിന്നെ ഇത് വറുത്തവിടെ വെച്ചിട്ടാണ്, തേങ്ങ വറുത്തവിടെ വെച്ചിട്ടാണ് വരിക്കുട്ടിക്കുള്ള ചുവപ്പ് ചമ്മന്തി ഉണ്ടാണ്. വരിക്കുട്ടിക്ക് മാത്രമല്ല കേട്ടോ, ആ ചുവപ്പ് ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ. കാരണം പുറത്ത് നല്ല മഴയാണ്, എങ്ങനെയും പുറത്തിറങ്ങാൻ പറ്റണില്ല. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് പുറത്തുള്ള ഒരു പരിപാടിയില്ല, തുണി കഴുകലൊന്നും നടക്കണില്ല. പക്ഷെ എന്നാലും പറ്റാവുന്നതൊക്കെ കുറച്ച് മഴ മാറുമ്പോൾ എല്ലാം പോയി ചെയ്ത് വയ്ക്കും. പിന്നെ നമ്മൾ ഉള്ളിൽ തന്നെയാണ്, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ലഞ്ചിനും ഇത് തന്നെയാണ്, ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്, ദോശയും സാമ്പാർ തന്നെയാണ് ഉച്ചയ്ക്കും. അപ്പോൾ പിന്നെ കാര്യമായ പണികളൊന്നുമില്ല. ഉണങ്ങാനുള്ള തുണികൾ ഫ്രണ്ടിലും ഉള്ളിലും ഒക്കെ ആയിട്ട് നിറച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ മഴക്കാലം നല്ല മഴക്കാലം വന്നിരിക്കുകയാണല്ലോ. അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ, അല്ല തേങ്ങയൊക്കെ വറുത്തതൊന്ന് അരച്ചെടുക്കട്ടെ. എല്ലാം തലതിരിഞ്ഞ് വരുന്നു അല്ലേ. അങ്ങനെ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പിൽ എൻ്റെ ഒരു വെളിച്ചെണ്ണയുടെ കുപ്പി പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ കുറച്ച് എടുത്ത് മാറ്റി വെച്ചതാണ്. ഇങ്ങനെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് കുപ്പി മാറ്റിയതാണ്. വെളിച്ചെണ്ണ കുപ്പി മാറ്റിയത് ടപ്പേ താഴെ വീണു. അങ്ങനെ അവിടെയൊക്കെ ചില്ലായി. അതൊക്കെ പൊട്ടി, അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് എന്നിട്ടാണ് പിന്നെ അടുത്ത പണി ചെയ്യാൻ. അരച്ചതിൻ്റെ ബാക്കി വെച്ചിട്ടേ പിന്നെ ബാക്കി അരയ്ക്കാനും ആകെ ചില്ല് കുപ്പി പൊട്ടിയപ്പോൾ ആകെ സങ്കടമായി. ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. വെളിച്ചെണ്ണയും ഓയിലും ആക്കി വയ്ക്കാനുള്ള 2 ബോട്ടിൽ. അതിലൊന്ന് കൈതട്ടി പൊട്ടിപ്പോയി. പിന്നെ 2 കൂടെ ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്തോന്നൊക്കെ പറഞ്ഞു ഏട്ടൻ. പിന്നെ അത് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സാമ്പാറിനുള്ളതും തേങ്ങയൊക്കെ അരച്ച് എല്ലാം ആക്കി കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച്, അപ്പോഴേക്കും ചെറിയ ഈ കറി തേങ്ങ ആക്കിയതിൻ്റെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തുടച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചമ്മന്തി അരയ്ക്കാൻ നിന്ന് ചമ്മന്തിയും തെറിച്ച് അത് കൂടെയൊക്കെ പോയി മിക്സിയിലൊക്കെ ആയി. പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആ മിക്സിയുടെ ജാറിൽ തന്നെ വരിക്കുട്ടിക്ക് കൊടുക്കുക. പിന്നെ വേറെ പാത്രത്തിലൊന്നും ആക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അതിൽ തന്നെ വെച്ചതാണ്. അതുകൊണ്ടാണ് ആ സൈഡൊക്കെ ഒന്ന് തുടച്ചത്. അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ചമ്മന്തിയുടെ ഗ്രേവിയൊക്കെ. പിന്നെ അതിനെ വൃത്തിയാക്കിയല്ലോ. പിന്നെ സാമ്പാറും കൈയോടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ദോശ ഉണ്ടാക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കിയിട്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ
പിന്നെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ, ചൂടോടെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ സാമ്പാറും ചമ്മന്തി ഇവരുടെ മുന്നിൽ കൊണ്ട് വെക്കാമല്ലോ. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, അമ്മ ഞാൻ അടുക്കളയിൽ വന്നിരുന്ന് കഴിക്കട്ടെ, അമ്മ എനിക്ക് ഇങ്ങനെ ചൂടോടെ ദോശ ഉണ്ടാക്കി തരുമോ. സാധാരണ ഞാൻ ഇങ്ങനെ നടക്കലാണ് പണി കേട്ടോ, ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ദോശ ആകുമ്പോൾ കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷെ ഇന്ന് കുഞ്ഞാറ്റയായിട്ട് ഇങ്ങോട്ട് പറയണം, അമ്മ ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന്. ഓ ശരി സന്തോഷം, അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ദോശ ചുട്ട് കൊടുത്താൽ മതിയല്ലോ പറയുമ്പോഴേക്കും വരിക്കുട്ടിയും പറഞ്ഞു, ഞാനും എന്നാൽ ഇവിടെ തന്നെ വന്നിരിക്കുക പറഞ്ഞു. വരിക്കുട്ടിക്ക് ചെറിയ പണക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല പിന്നെ അവൻ പറഞ്ഞു, ഇല്ല ഞാനും ഇവിടെ തന്നെ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും വന്ന് ഇരുന്നിട്ടാണ് ഞാൻ ഒരാൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരാൾ കഴിക്കും, ഒരാൾ ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇപ്പുറത്തെ ആൾക്ക് കൊടുക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കി പ്ലേറ്റൊക്കെ എടുത്ത് കാത്തിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഓരോരോ ക്യാമ്പിന് പോയിട്ട് വന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ. മെയ്യിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഇവർക്ക് ക്യാമ്പുണ്ട്, ക്യാമ്പിന് ഇടയ്ക്കിടയ്ക്ക് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ വരിക്കുട്ടി അവിടെ ഹാളിൽ തന്നെ ഇരിക്കണം. വരിക്കുട്ടിക്ക് ഹാളിൽ കൊണ്ടുപോയി കഴിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ദോശയും ചമ്മന്തിയും എടുത്തു. സാമ്പാർ ഒഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു സാമ്പാർ വേണ്ടാന്ന്. ശരി പറഞ്ഞ് സാമ്പാറിനെ അവിടെ തന്നെ വെച്ചിട്ട് ദോശയും ചമ്മന്തിയും മാത്രം കൊണ്ടുപോയി കൊടുത്തു. ഈ 2 കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ അടുക്കളയിൽ തന്നെ വന്നിരിക്കാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് തന്നെ വരികയാണ്. അങ്ങനെ കണ്ടോ, രണ്ടാൾക്കും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം എനിക്കും കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി ലഞ്ച് തന്നെയാണല്ലോ, പിന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.